ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാരി പ്രീപ്ലേറ്റ് ചെയ്ത് ബോക്സ് ഫോൾഡ് ചെയ്യുന്നൊരു വീഡിയോയാണ്. ഇത് നമുക്ക് കിട്ടിയ വർക്കാണ്. ഒരു യൂണിഫോം സാരിയാണ്. കുറച്ച് സാരികളുണ്ട്, അതിലൊരു സാരി മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. വീഡിയോസ് എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും നമ്മൾ ഇടാത്തത്. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ, ഓരോരോ പ്ലേറ്റ്. അത് കസ്റ്റമർ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്ലേറ്റ് എടുക്കുന്നത്. ചിലർക്ക് ചെറുത് മതി, ചിലർക്ക് കുറച്ച് വീതിയിൽ വേണമെന്ന് പറയും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടുക്കാൻ നല്ല സുഖമായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാനും നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കും, നല്ല ഒതുങ്ങി കിടക്കും. സാരി ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഒതുക്കമായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന് എളുപ്പത്തിനാണ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ചെയ്യുന്നത് ബോക്സ് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ വൃത്തിയായിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോകേണ്ടതാണെങ്കിൽ അത് ബോക്സ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചുളുങ്ങത്തില്ല. നമുക്ക് സാരി എടുത്തു കഴിഞ്ഞാൽ ചുളുങ്ങാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ മടക്കി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുളിവ് വീഴും. ചില സാരിക്കൊക്കെ ചുളിവ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പെട്ടെന്ന് ചുളിവ് വീഴുന്ന സാരികളും ഉണ്ടാവും. കട്ടി കുറഞ്ഞ സാരികൾ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചുളിവ് പെട്ടെന്ന് വീഴുകയും ചെയ്യും. ഇപ്പോൾ കാണുന്ന ഫ്രണ്ട് പോർഷനിലെ പ്ലേറ്റ് എടുക്കുന്നതാണ്. നമ്മൾ വിടർത്തി ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഉടുക്കുമ്പോഴത്തേനും എങ്ങനെയാണോ അവിടെ പ്ലേറ്റ് നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് വരേണ്ടത് അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ തേക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ പ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് സൈഡിലൊക്കെ വയറ് കാണുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറൊന്നും കാണത്തില്ല. നല്ല സെറ്റായിട്ട് നല്ല ഭംഗിക്ക് തന്നെ നമുക്കവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ എണ്ണി നോക്കുവാണ്, എണ്ണം വിട്ടു കേട്ടോ. അത്യാവശ്യം ചെറിയ പ്ലേറ്റ് മതിയെന്നാണ് അവർ പറഞ്ഞത്. സ്കൂൾ യൂണിഫോം ആണല്ലോ, അത്യാവശ്യം ചെറിയ പ്ലേറ്റ് മതി. വയറൊന്നും അധികം കാണത്തില്ല നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലില്ലേ. കണ്ടില്ലേ, ഇതുപോലെ നല്ല നീറ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്ന് നോക്കി. നമുക്കതങ്ങ് ഉടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഉടുക്കാൻ നല്ല സുഖമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ താഴത്തേക്ക് ആ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലേക്കും കുറച്ച് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ടല്ലോ, അതും നമ്മൾ അയൺ ചെയ്ത് വെക്കും. കാരണം അവിടെയും നമുക്ക് നല്ല ഭംഗിക്ക് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇതുപോലെ തന്നെ ആ പ്ലേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചധികം താഴത്തേക്കും കൂടെ നമ്മൾ അയൺ ചെയ്യാറുണ്ട്. കാരണം അത് കറക്റ്റായിട്ട് അവിടെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ പ്ലേറ്റ് ചെയ്യാം. ഞാനത് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിൻ ചെയ്ത് അതിന് ശേഷം ഞാൻ അയൺ ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോക്സ് ഫോൾഡ് ചെയ്യാം. ഇത് ബോക്സ് ഫോൾഡ് ചെയ്തു. ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്കിത് കൊടുക്കാനുള്ള തിരക്കുണ്ട്. വേറെ സാരികൾ ചെയ്യാനും ഉള്ളത് കൊണ്ട് ഞാനത് ബോക്സ് ഫോൾഡ് ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോസാണിത്. കണ്ടില്ലേ, ഇതുപോലെ ബോക്സ് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കത് കസ്റ്റമർ വരുമ്പോൾ നേരെ എടുത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാവരുടെ സംശയം, ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ടാണോ ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അല്ല, ഇതിൻ്റെ ചെറിയൊരു ചാർജ് ഉണ്ട്. ഒത്തിരി ഇല്ല, ചെറിയൊരു ചാർജ് ഇട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ടല്ല കേട്ടോ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.